ഒരിക്കലും ദാവീദ് കാട്ടിൽ ഇങ്ങനെ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വരികയാണ് ദാവീദിന്റെ അടുക്കിലേക്ക്. ദാവീദിന്റെ അടുക്കെ ഓടി വന്നപ്പോൾ ദാവീദിനോട് പറഞ്ഞാൽ നിന്റെ അപ്പൻ നിന്നെ വിളിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വീട് വരെ ഒന്ന് വരണം. ദാവീദ് വിചാരിച്ചു അപ്പൻ എന്തോ പ്രത്യേക സ്നേഹം തോന്നിയിട്ട് വിളിക്കുവാണെന്ന്. അവൻ്റെ ഹൃദയം വല്ലാണ്ട് സന്തോഷിച്ചു. ദാവീദ് എഴുന്നേറ്റ് അപ്പൻ എന്നെ വിളിക്കുന്നതെന്ന് ഓർത്ത് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേന് ദാവീദ്, എനിക്ക് തോന്നുന്നു ദാവീദിന്റെ ഹൃദയം വല്ലാണ്ട് ദുഃഖിച്ച് കാണാം, വിഷമം തോന്നി കാണാം. കാര്യം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഉത്സവം പോലത്തുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ദാവീദ് നോക്കുമ്പം ശമൂവേൽ പ്രവാചകൻ നിൽക്കുന്നു, 7 സഹോദരന്മാർ നിരന്ന് നിൽക്കുന്നു, കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരെല്ലാം ഉണ്ട്. കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പം പുള്ളിക്കാരന് മനസ്സിനകത്തൊരു പ്രയാസം തോന്നി. ദാവീദിനെ വീട്ടിലൊരു നല്ലൊരു ഉത്സവം നടന്നിട്ടും അല്ലെങ്കിൽ നല്ലൊരു കാര്യം നടന്നപ്പോഴും ദാവീദിനെ കാട്ടിൽ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനുണ്ടായ അപ്പൻ്റെ മനോഭാവം അതൊരു ഭയങ്കരം തന്നെയാണ്. അവൻ ഇളയവനാകൊണ്ട് ഒരു മാതാപിതാക്കൾ ഒരിക്കലും മൂത്ത പൈതങ്ങളെ വീട്ടിൽ നിർത്തിയിട്ട് ഏറ്റ ഇളയതിനെ ഒരിടത്തും വിടത്തില്ല. കരടി ഇറങ്ങുന്ന സ്ഥലം, സിംഹം ഇറങ്ങുന്ന സ്ഥലം, അങ്ങനെ ഏറ്റ ഇളയവനെ ആട് മേയ്ക്കാൻ പറഞ്ഞു വിട്ടിട്ട് വീട്ടിനകത്ത് അവനെ ഒഴിവാക്കിക്കൊണ്ട് ഭയങ്കരമായിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുകയാണ്. അപ്പം ഇതെല്ലാം ദാവീദിന് അറിഞ്ഞപ്പം ഭയങ്കര വിഷമമായി. അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദാവീദിന്റെ തലയിൽ കർത്താവ് അഭിഷേക തൈലം ഒഴിക്കുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നാം പരിഗണിക്കപ്പെടേണ്ട സ്ഥാനത്ത് നാം അവഗണിക്കപ്പെട്ടു. പക്ഷെ ഈ 2026 നമ്മൾ കാൽച്ചുവടുകൾ വെക്കുമ്പം മനുഷ്യർ നമ്മളെ പരിഗണിച്ചില്ലെങ്കിലും അഭിഷേകം നമ്മളെ പരിഗണിക്കാൻ പോവുകയാണ്. അപ്പൻ വിചാരിച്ചു യോഗ്യന്മാര് ബാക്കിയുള്ള സഹോദരന്മാർ, പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നത്? ഈ വീട്ടിലല്ല ഇപ്പൊ ഇരിക്കുന്നത്, ദൈവത്തിന്റെ ഹൃദയം കാട്ടിലായിരിക്കുന്നത്. കാര്യം കാട്ടിലൊരുവൻ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ നിയന്ത്രിക്കുന്നത് പോലെയല്ല ഈ 2026 ഇനി പോകാൻ പോകുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ സഹോദരങ്ങളുടെ നടുവിൽ അവഗണിക്കപ്പെട്ട് ലഭിക്കേണ്ടത് ലഭിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇശായിയുടെ തല ഒന്ന് കുനിഞ്ഞു കാണാം, സഹോദരന്മാരുടെ തല ഒന്ന് കുനിഞ്ഞു കാണാം. കാര്യം ഇശായി നിർത്തിയ യോഗ്യന്മാരെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തത് ദാവീദിനെയാണ്. ആമേൻ. യോഗ്യന്മാരെ പലതിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും നടക്കുന്നത്. ദൈവം ഇനി യോഗ്യന്മാരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. 2026 നമ്മൾ കാൽച്ചുവടുകൾ ഇന്ന് രാത്രിയിൽ ഒരു ഭയങ്കര ഒരു പ്രവചന ശബ്ദമായിട്ട് ഈ ആരാധനയുടെ നടുവിൽ ഞാൻ പറയുകയാണ്. അഭിഷേകമുള്ളവനെ മാറ്റി നിർത്താൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല.